നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്ന അമ്മയുടെ സ്വന്തം ടിവി ചാനൽ. നമസ്കാരം, ഞാൻ ഇന്റർവൽ ബാബു. മലയാള സിനിമ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. സിനിമയെക്കാൾ ഇന്ന് ജനങ്ങൾക്ക് കൂടുതൽ ഉല്ലാസവും സന്തോഷവും നൽകുന്നത് ചാനലുകളാണെന്ന് സത്യം മനസ്സിലാക്കി സിനിമാ താര സംഘടനയായ അമ്മയുടെ നേതൃത്വത്തിൽ അമ്മയുടെ സ്വന്തം ചാനൽ യാഥാർത്ഥ്യമായ ദിവസമാണ്. ഈ ചടങ്ങിലേക്ക് മലയാള സിനിമയുടെ നേതൃത്വമായ മമ്മൂക്കയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിന്റെ പേര് അമ്മ നെക്സ്റ്റ്. ഈ ചടങ്ങ് ധന്യമാക്കാൻ അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ലാലേട്ടൻ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അമ്മ നെക്സ്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി തമിഴകത്തിന്റെ ഇളയ തലപതി ശ്രീ വിജയ് അവരുടെ ദേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. என்ன மாதிரி ஒரு சின்ன ஆர்டிஸ்ட் இன்வைட் பண்ணி அம்மாவுக்கு முதல்ல பெரிய தேங்க்ஸ் சொல்லுங்க. இந்த மம்முட்டி சார், இந்த லால் சார், என் நண்பர் சகோதரன் சுராஜ், என் பயணமச்சன் இந்திரல் பாபு அவர்கள், இன்னசென்ட் மாமா, எல்லாருக்கும் என்னுடைய வணக்கம். இந்த சேனலுக்கு என்னுடைய பெரிய வாழ்த்துக்கள். നമ്മുടെ സമുദായം ശ്രദ്ധിക്കുന്നു. ഇത് നമുക്കെല്ലാം നല്ല ഗംഭീരമായിട്ടുണ്ട്. എല്ലാ ആർട്ടിസ്റ്റുകളോടും ഞങ്ങൾക്ക് കാര്യം ആദ്യം പറയാം. മറ്റു ചാനലുകൾ പോലെയല്ല അമ്മാനെറ്റ്. ഇവിടെ എല്ലാ പ്രോഗ്രാമും അവതരിപ്പിക്കുന്നത് സിനിമാ താരങ്ങൾ തന്നെയാണ്. പിന്നെ TV ചാനലിൽ മാത്രം റിലീസ് ചെയ്യുന്ന അമ്മാനെറ്റിന്റെ ആദ്യ സിനിമ അവിയലുണ്ടാക്കിയ രാത്രിയിൽ ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ സെൻസറും കഴിഞ്ഞാൽ ഉടൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്യും. പിന്നെ ബാബു, എന്റെ സീൻ നന്നായി ബൂസ്റ്റ് ചെയ്യണം. എന്റെ നല്ലപോലെ ബൂസ്റ്റ് ചെയ്തേക്ക്. അപ്പൊ പിന്നെ എന്നെ ബൂസ്റ്റ് ചെയ്യണം. എന്ത് പറഞ്ഞാലും എന്നെ ബൂസ്റ്റ് ചെയ്യണം. അതുപോലെ എന്നെ ബൂസ്റ്റ് ചെയ്യണം. അല്ല, നമ്മളെ വിളിക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയ നിങ്ങളെ ബൂസ്റ്റാ ഹോർലിക്സാ എന്തൊരു പിന്നാക്കാ ഭാഗത്ത് കളിക്കും. അവസാനം വയറുവേദന പറഞ്ഞ് എന്തെടുത്ത് വന്നല്ലേ ആരും വേണം. എല്ലാവർക്കും തുല്യ പ്രാധാന്യം കഴിക്കും നമ്മുടെ സിനിമയിൽ പോലെ. അത് ശരിയാണ്. ഇപ്പോഴൊരു സമാധാനം. മുകേഷ് അറിഞ്ഞ് പറഞ്ഞാലല്ലേ അറിയൂ. എന്നാ കേട്ടോ, മലയാള സിനിമയിലെ 2 സൂപ്പർ താരങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. അതെ, ഇനി 2 കൂട്ടം ചിത്രങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ചായിരിക്കും. ഒറ്റയ്ക്ക് നിന്നിട്ട് ഒന്നിനും പറ്റുന്നില്ല അല്ലേ? ഒന്നിച്ച് നിന്നാട്ടെ. ജഗദീശും കൽപ്പനയും രാജയുടെ അതെ, കോമഡി പരിപാടി നമ്മൾ അവരെ വെച്ചല്ലേ പ്ലാൻ ചെയ്തേക്കുന്നത്. ലൈഫ് അവരെ സമയത്ത് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അവരൊക്കെ വേറെ ചാനലിൽ ജഡ്ജായിട്ട് പോയിരിക്കല്ലേ. വേണമെങ്കിൽ ഞാൻ ഈ പ്രോഗ്രാം ഒറ്റയ്ക്ക് ചെയ്യാം. ആദ്യം തന്ന പ്രോഗ്രാം വൃത്തിയാക്കി ചെയ്യാൻ നോക്കും. നമസ്കാരം. ആദ്യമായി ഇന്റർവൽ ബാബു അവതരിപ്പിക്കുന്ന അപ്രിയ ഗാനങ്ങളിലേക്ക് സ്വാഗതം. മൺമറഞ്ഞ ബഹുമുഖ പ്രതിഭ കൊച്ചിൻ ജനീവയുടെ ഓർമ്മകളുമായി അമ്മാനെറ്റിന്റെ ആദ്യ സംപ്രേഷണം ആരംഭിക്കുന്നു. മാറിലെ പുള്ളി നോക്കി മാറി നാടക കണ്ട് കുറവൻ മാനം മറന്നു നിന്നു. മാറി നാടക കണ്ട് കുറവൻ മാനം മറന്നു നിന്നു. കാവടി പോലെയായി പുറത്തി കാർമുണ്ടൽ കെട്ടടിച്ചു. ഇതാ പഴയകാല റഹ്മാന്റെ ഗാനരംഗം. ഒരു
കണ്ടു ജീവിതത്തിലെ ചുരുക്കക്കേടുകൾ അകറ്റി ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന പ്രത്യേക പരിപാടി അടിയല്ല് ജീവിതം അവതരിപ്പിക്കുന്നത് ആക്ഷൻ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി. ജീവിതം. അപ്പോ ഈ കുട്ടിക്കും ഇതിന്റെ കുട്ടിക്കും ചെലവിന് കൊടുക്കാൻ ശശി തയ്യാറല്ല അല്ലേ? എനിക്കത് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഇവളെ കുട്ടിയെ കൂടി ചെന്ന് പഠിക്കുന്നത് എനിക്ക് നിലനിൽക്കാൻ കഴിയുന്നില്ല. എന്ത് കഷ്ടായത്. ഒരു കഷ്ടവും ഇല്ല. എന്റെ സാറേ, ഈ കുട്ടി ഇയാളുടെ അല്ലാന്നാ ഈ കാലം പറയുന്നത്. എന്നെ ഇയാളുടെ സംശയമാ. എന്ത് കഷ്ടായത്. ഭാര്യയെ വെറുതെ സംശയിക്കരുത് ശശി. ഉര കത്തുമ്പോ വാഴ വെട്ടാമോ? ഒരാൾക്കുമ്പോ വീടേക്ക് പിന്നെ സാറ് പറഞ്ഞതുകൊണ്ട് ഞങ്ങളിന് ഒരു വഴക്കലുമില്ല വഴക്കത്തിനുമില്ല അല്ലേ? അതെ, ഞങ്ങളുടെ വഴക്ക് എല്ലാം തീർന്നു. ഇനി ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ പോവാ. നന്ദിയുണ്ട് സാർ, നന്ദിയുണ്ട്. അമ്മാനത്തിന്റെ അരിയലിന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് തകരാൻ തുടങ്ങിയ എന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി. വളരെ നന്ദിയുണ്ട് സാർ, വളരെ നന്ദിയുണ്ട്. ഇതെന്റെ ഭാര്യ, ഇതെന്റെ കുട്ടി, ഇത് ഞാൻ അവളെ സംശയിക്കില്ല. നന്ദിയുണ്ട് സാറേ. നിക്കവിടെ ശശി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കൊച്ചന്റെ അച്ഛൻ നീ തന്നെയാണോ ശശി? എനിക്കും സംശയമുണ്ട് സാറേ. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആടിയല്ല ജീവിതമെന്ന്. കുടുംബിനികൾക്കായി അമ്മാനച്ചൊരുക്കുന്ന പാചക പരിപാടി അവതരിപ്പിക്കുന്നത് പാചക വിദഗ്ധരായ ഭീമന്റെ ഭൂമാശോകനും മാറ്റി. ജ്യോതി നിർമ്മിതത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാ വീട്ടിലുണ്ടാക്കാൻ കഴിയില്ല. ആദ്യമായി കരി പിടിക്കാൻ ഒരു പാത്രം എടുക്കുക. ആദ്യം ഈ പാത്രം കഴുകി വൃത്തിയാക്കുക. ആദ്യമായി ചന്തയിൽ പോയി ഒരു കിലോ അരി വാങ്ങണം. ഒരു കലത്തിൽ വെള്ളം നിറച്ച് തിളപ്പിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ അരി കലത്തിലിട്ട് ഇറച്ചിക്കുക. ഇടയ്ക്കിടെ അരി വെന്തോ നോക്കണം. ജയാരിയാണെങ്കിൽ നല്ല വേവ് കാണും. ഇടയ്ക്കിടെ അരി വെന്തോ നോക്കണം. എന്നാൽ വാടിക്ക് മീൻ കറിയോ ചിക്കൻ കറിയോ കൂട്ടി കഴിക്കാം. ഇനി രണ്ടുമില്ലെങ്കിൽ ഉപ്പും മുളകും കൂട്ടി കഴിക്കാം. ഇതിനെ കേരളത്തെ ചോറ് എന്ന് പറയുന്നു. അടുത്ത ആഴ്ച ദോശ കൊണ്ടുവരാറ് ഞാൻ പഠിപ്പിക്കാം. എന്റെ ഭാര്യ എന്നെ പഠിപ്പിക്കണം. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ സൗത്ത് ഇന്ത്യൻ ചാനലുകളൊക്കെ വ്യത്യസ്തമായ ഇംഗ്ലീഷ് വാർത്തയാണ് അമ്മാനത്തിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് വാർത്ത വായിക്കുന്നത് പൃഥ്വിരാജാണ്. കടുത്ത ഇംഗ്ലീഷ് വാക്കുകൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ഈ വാർത്ത മലയാളത്തിൽ തർജ്ജമ ചെയ്യുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. I am Prithviraj. Today's news bulletin. വാർത്തകളും മറ്റും വായിക്കുന്നത് സ്വരാജ് വെഞ്ഞാറമൂട് തന്നെ. Yesterday, 6 gentlemen were killed in an accident in which 2 lorries crashed into each other. One of the lorry has carrying cow dung and the other carrying hay. ഇന്നലെ ചാണാങ്കറ്റ് പയ്യ ലോറിയും കൊതയിലേറ്റി വന്ന കാളവണ്ടിയിൽ വെച്ച് 5-6 പയ്യകളെ ചത്ത്. Police laid that somebody has stolen purse and money from the dead person's pocket. ചത്ത പയ്യുള്ള ചേപ്പറ്റി കിടന്ന പൈസകളും മറ്റും യാവനൊക്കെ എടുത്തതിന്റെ പെയ്യെന്ന് പേരാണ് കള്ളം പറഞ്ഞു. The late policeman was suspended by the authorities. അമ്മയുടെ കള്ളം പറഞ്ഞ പേര് കവാലത്തിൽ അടിയും കൊടുത്ത് സ്ഥലം മാറ്റി വിട്ട്. The dead bodies are now in Medical College Hospital for postmortem. ചത്ത പയ്യുള്ള ശവങ്ങള് മെഡിക്കൽ കോളേജിൽ വെട്ടിപ്പറന്ന് തള്ളിയേക്കണേ. Tour ceremony will be at 10:30 tomorrow. പലവഴികള് നാളെ കാലത്ത് 10:30. This is the end of the today's special news bulletin. അമ്മയുടെ ഇതോടെ എന്റെ ഈ കുഴപ്പം വാർത്ത ഇവിടെ തീർന്ന്. Next news bulletin will be tomorrow morning at 6:30 a.m. Thank you. അടുത്ത വാർത്ത നാളെ വെളുപ്പാൻ കാലത്ത് 6:30 തന്നെ. അതല്ല അമ്മാനത്തിന്റെ ആദ്യ സിനിമ അവിയലുണ്ടാക്കിയ രാത്രി സെൻസറിക്ക് കഴിഞ്ഞ് ഫിലിമത്ത് കിട്ടി. ഇനി ഇത് തീരെയാക്കി സംപ്രേഷണം ചെയ്താൽ മതി.
എന്റെ സീനിലുണ്ടല്ലോ അല്ലേ? അതെ, എന്റെ സീന ബാബു ഒരുപാട് മറ്റൊരു പരിപാടി കാണിക്കുന്നു. എന്റെ എല്ലാ സീനും കാണിക്കണം. ഇല്ല, എന്റെ സീന മെയിനായിട്ട് കാണിക്കേണ്ടത്. ബാബു എന്നെ കാണിച്ചേ പറ്റൂ കേട്ടോ. അതെ, എന്റെയും കാണിച്ചേ പറ്റുമോ? ഇക്കാര്യത്തിനെ പറയുന്നത് ശരിയല്ല. എന്തായാലും ഈ പറയുന്നത് ഞാനല്ലേ മൂത്തെ, എന്നെ കാണിക്കണം ആദ്യമേ. അമ്മയുടെ സിനിമയിലെ എന്റെ കോമഡി എല്ലാം ഇല്ലെങ്കിൽ ഞാൻ കാണിക്കും. എന്റെ ആക്ഷത്തിൽ കാണിക്കണം. എല്ലാവർക്കും തുല്യ പ്രാധാന്യം അമ്മ കൊടുക്കുന്നത്. വ്യക്തികളല്ല, അമ്മയാണ് നമുക്ക് വരുന്നത്. ഇക്കാന്റെ ഈ കുത്തുണ്ടല്ല, ഇത് സിനിമ നിറഞ്ഞു കിടക്കുമായിരുന്നു. അത് ഞാൻ കുറച്ച് കട്ട് ചെയ്തു. അപ്പൊ നാളെ തുണിവരത്തിൽ കുറെ കയറി കിടക്കും. അത് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ കാണാൻ അശോകന്റെ കണ്ണ് പടം നിറച്ച് തള്ളി നിൽക്കുന്നു. അതും ഞാൻ കട്ട് ചെയ്തു. പിന്നെ നോക്കിയപ്പോ ഏറ്റവും സിനിമ ഡയലോഗ് മാത്രമായി സിനിമയിൽ. അത് ഞാൻ കട്ട് ചെയ്തു. പിന്നെ നോക്കിയപ്പോ രാജുവേട്ടന്റെ എന്താ ഡയലോഗ് മാത്രമായി. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തു. അപ്പോഴാണ് കൽപ്പന എത്തിയില്ല, നിനക്കും ചെയ്ത് അതൊന്ന് കൂടി വരികയാണ്. പിന്നെ ഞാൻ അതങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ മുളയ്ക്കുന്ന രംഗങ്ങളെല്ലാം കട്ട് ചെയ്ത് പടം ഞാൻ നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതെന്താ ഇങ്ങനെ? എല്ലാവർക്കും തുല്യ പ്രാധാന്യമാക്കാൻ വെട്ടി വന്നപ്പോ ടൈറ്റിലും ഇന്റർവെല്ലും ശുഭവും